പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഒന്നാം ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗം പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. മാനേജ്മെന്റ് എന്ന കൺസെപ്റ്റ് നമുക്കാദ്യം വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് ഗോൾസ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. കാര്യക്ഷമമായും ഫലവത്തായും ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു പ്രക്രിയയാണ് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പൊതുലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മാനേജ്മെന്റ്. Management is an activity which is necessary wherever there is a group of people working in an organization. എവിടെയൊക്കെ ഗ്രൂപ്പ് എഫേർട്സുകൾ നടക്കുന്നോ അവിടെയൊക്കെ പ്രോപ്പർ മാനേജ്മെന്റ് ആവശ്യമുണ്ട്. ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെയും അനിവാര്യമായ ഒന്നാണ് മാനേജ്മെന്റ്. ബിസിനസ് സ്ഥാപനങ്ങളിൽ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലും അപ്പോൾ മാനേജ്മെന്റ് വളരെ പ്രസക്തമാണ്. മാനേജ്മെന്റ് എന്നുള്ള വാക്ക് തന്നെ മാനേജ് മെൻ ടാക്റ്റ്ഫുള്ളി എന്നതിൽ നിന്ന് കോയിൻ ചെയ്തതാണെന്ന് പറയാറുണ്ട്. മാനേജ്മെന്റ് നിർവചനം നമുക്കൊന്ന് പരിശോധിക്കാം. Definition of management. Management is the process of working with and through others to effectively achieve organizational objectives by efficiently using limited resources in the changing environment. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു നിർവചനമാണ് ക്രൈറ്റ്നർ നൽകിയിരിക്കുന്നത്. മാനേജ്മെന്റ് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ്, മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് അവരിലൂടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രീതിയാണ് മാനേജ്മെന്റിനുള്ളത്. ഇതിലൂടെ സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾ, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, ആ പൊതുലക്ഷ്യങ്ങൾ കാര്യക്ഷമതയോടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ബൈ എഫിഷ്യൻ്റ്ലി യൂസിങ് ദ ലിമിറ്റഡ് റിസോഴ്സസിൻ്റെ ലിമിറ്റേഷൻ അവിടെയുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് വളരെ ഫലവത്തായി ആ ലിമിറ്റഡ് റിസോഴ്സസിനെ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനമാണ് മാനേജ്മെന്റ്. എസ്പെഷ്യലി ഇൻ ദ ചേഞ്ചിങ് എൻവയോൺമെന്റ്, മാറിവരുന്ന സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ആ ലിമിറ്റഡ് റിസോഴ്സസിനെ ഫലവത്തായിട്ട് ഉപയോഗിച്ച് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, അതും മറ്റുള്ളവരുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടി അവരിലൂടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് മാനേജ്മെന്റ്. ഇവിടെ രണ്ട് വാക്കുകൾ നമ്മൾ താരതമ്യം ചെയ്യേണ്ടതുണ്ട്: ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. ഫലവത്തായിട്ടുള്ള കാര്യക്ഷമതയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാം. ഇത് രണ്ടും ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളാണ്. Effectiveness and efficiency are the two sides of the same coin.
എന്നാൽ ഇവ രണ്ടും തമ്മിൽ ഒരു പ്രോപ്പർ ബാലൻസ് ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. But these two aspects need to be balanced in every organization. ഒരു പ്രോപ്പർ ബാലൻസ്, എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും. എഫിഷ്യൻസിയുടെ പേരിൽ ഇഫക്റ്റീവ്നെസ് നഷ്ടപ്പെടുത്താനോ ഇഫക്റ്റീവ്നെസ്സിന്റെ പേരിൽ എഫിഷ്യൻസി നഷ്ടപ്പെടാനോ പാടില്ല. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇവിടെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് യഥാസമയത്ത് ലക്ഷ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ടൈംലി അച്ചീവ്മെന്റ് ഓഫ് ദ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. എന്നാൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് മിനിമം കോസ്റ്റിൽ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എ കമ്പനി ടാർഗറ്റഡ് പ്രൊഡക്ഷൻ ഓഫ് 5,000 യൂണിറ്റ്സ് ഇൻ ആൻ ഇയർ. ടു അച്ചീവ് ദിസ് ടാർഗറ്റ്, the manager operates the employees on double shifts with high salary, which resulted in high production cost. ഇവിടെ 5,000 ആണ് ടാർഗറ്റ് ചെയ്തിരുന്നത്, പ്രൊഡക്ഷൻ ടാർഗറ്റ് നിശ്ചയിച്ചിരുന്നത്. മാനേജർ ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സാലറി നൽകിക്കൊണ്ട് അധിക ജീവനക്കാരനെ ഉപയോഗിക്കുകയാണ്. അതിലൂടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുന്നു. ഇൻ ദിസ് കേസ് ദ മാനേജർ വാസ് ഇഫക്റ്റീവ്. മാനേജർ ഇഫക്റ്റീവ് ആണ്, എന്നാൽ ഹി ഈസ് നോട്ട് എഫിഷ്യൻറ്റ്. കാരണം സമയത്ത് ഈ ടാർഗറ്റ് ആയിട്ടുള്ള 5,000 യൂണിറ്റ് അറ്റൈൻ ചെയ്തെങ്കിലും അവിടെ മിനിമം കോസ്റ്റിൽ അത് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരേ സമയത്ത് എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് ശ്രമിക്കേണ്ടതുണ്ട്. മാനേജ്മെന്റിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഫസ്റ്റ്ലി, മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. ഒരു ലക്ഷ്യാധിഷ്ഠിത പ്രവർത്തനമാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എയിംസ് അറ്റ് അച്ചീവിംഗ് certain specified objectives or goals of the enterprise. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. രണ്ടാമതായി, മാനേജ്മെന്റ് ഈസ് പെർവസീവ് ഇൻ നേച്ചർ. മാനേജ്മെന്റ് സർവ്വവ്യാപിയാണ്. മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് എനിവേർ ഇൻ ദ വേൾഡ്. ലോകത്ത് എവിടെയും ഏതുതരം സ്ഥാപനങ്ങളിലും ഒരേപോലെ പ്രയോജനപ്രദമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആപ്ലിക്കബിൾ ആണ് മാനേജ്മെന്റ്. സോ മാനേജ്മെന്റ് ഈസ് പെർവസീവ് ഇൻ നേച്ചർ. ആൻഡ് തേർഡ്ലി, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. ബഹുമുഖമുള്ള ഒന്നാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് പ്രധാനമായിട്ടും 3 തലങ്ങളാണുള്ളത്: മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. നാലാമതായി, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഒരു തുടർ പ്രക്രിയയാണ്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇത്തരം കർത്തവ്യങ്ങൾ ആവർത്തിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. അഞ്ചാമതായി, മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ടീം വർക്കാണ് മാനേജ്മെന്റിന്റെ അന്തസത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. Goals and objectives of an organization can be effectively attained by a group rather than by an individual. ഇവിടെ വ്യക്തികളെക്കാളും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കാണ് മാനേജ്മെന്റിൽ പ്രാധാന്യം നൽകുന്നത്. ആറാമതായി, മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരു പ്രവണതയാണ് മാനേജ്മെന്റിനുള്ളത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്റ്റാറ്റിക് ഇൻ ഓൾ സിറ്റുവേഷൻസ്. ഇറ്റ് മസ്റ്റ് ബി അഡോപ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയുന്നവയാണ് മാനേജ്മെന്റ് തത്വങ്ങൾ. അതുകൊണ്ട്
മാറി വരുന്ന സാഹചര്യങ്ങളൊക്കെയും ഫലപ്രദമായിട്ട് മാനേജ്മെന്റിന് ഇടപെടാൻ കഴിയും. ഏഴാമതായി, മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. ഒരു അദൃശ്യ ശക്തിയാണ് മാനേജ്മെന്റ്. മാനേജേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും, എന്നാൽ മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് വീക്ഷിക്കുക അല്ലെങ്കിൽ കാണുക സാധ്യമല്ല. ഇറ്റ്സ് പ്രസൻസ് ഈസ് ഫെൽറ്റ് ബൈ ദ റിസൾട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇവിടെ മാനേജ്മെന്റ് അദൃശ്യമാണെങ്കിലും അതിന്റെ സാന്നിധ്യം നമുക്ക് ബിസിനസിന്റെ റിസൾട്ടിലൂടെ അറിയാൻ കഴിയും. ഉയർന്ന ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയിൽ നല്ലൊരു മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. ഈ 7 മാനേജ്മെന്റിന്റെ പ്രത്യേകതകൾ ഒന്നുകൂടി ഓർമ്മിക്കുക. ഗോൾ ഓറിയന്റഡ്, പെർവസീവ്, മൾട്ടി ഡയമെൻഷണൽ, continuous process, group activity, dynamic function and intangible force. അടുത്തായിട്ട് നമ്മൾ മാനേജ്മെന്റ് ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. What are the objectives of management? The objectives of management are broadly classified into 3: organizational objectives, social objectives and personal objectives. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സ്ഥാപനപരമായ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ആദ്യം നമ്മൾ കാണുന്നത്. ഇവയെ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ബൈ മാനേജ്മെന്റ് ഫോർ ദ ഓർഗനൈസേഷൻ ആർ കോൾഡ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് അവിടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് മേ ബി ഐദർ സർവൈവൽ, പ്രോഫിറ്റ് ഓർ ഗ്രോത്ത്. ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് 3 തരത്തിലാവാം. സർവൈവൽ, അതിജീവനമാവാം. പ്രോഫിറ്റ് ആവാം, മാക്സിമം ലാഭം ഉണ്ടാക്കുക. അല്ലെ സ്ഥാപനത്തിന്റെ വളർച്ച, ഗ്രോത്ത് ആവാം. ദീസ് ആർ ദ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്: സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. Then secondly, about the various social objectives. A business should conduct the activities to fulfill the expectations of the society. കാരണം ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിന് സാമൂഹിക ലക്ഷ്യങ്ങളുണ്ട്. അൺഡിസൈറബിൾ ആക്ടിവിറ്റീസ് ഷുഡ് നോട്ട് ബി അണ്ടർടേക്കൺ ഫോർ മാക്സിമൈസിങ് പ്രോഫിറ്റ്. ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, പരമാവധി ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് യാതൊരു വക ചൂഷണവും പാടില്ല എന്നുള്ളതാണ് ബിസിനസ് അപ്ഹോൾഡ് ചെയ്യേണ്ട ഒരു മന്ത്രം. മൂന്നാമതായി, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ദ മാനേജ്മെന്റ് മസ്റ്റ് റീകൺസിൽ പേഴ്സണൽ ഗോൾസ് വിത്ത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ടു ഹാവ് ഹാർമണി ഇൻ ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന് പൊതു ലക്ഷ്യങ്ങളുണ്ട്. അതേസമയത്ത് സ്ഥാപനം എന്ന് പറയുന്നത് അനവധി വ്യക്തികൾ കൂടിച്ചേരുന്ന ഒന്നാണ്. ആ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഗോൾസ്, ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും മാനേജ്മെന്റ് അവഗണിക്കാൻ പാടില്ല. അപ്പോൾ മാനേജ്മെന്റിന്റെ പൊതു താല്പര്യങ്ങളും അതേസമയത്ത് ജീവനക്കാരുടെ വ്യക്തി താല്പര്യങ്ങളും റീകൺസിൽ ചെയ്തുകൊണ്ട്, അനുരഞ്ജിപ്പിച്ചുകൊണ്ട് മാത്രമേ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാനേജ്മെന്റും വ്യക്തികളുടെ സ്വകാര്യ താല്പര്യങ്ങളെ പരിഗണിക്കണം എന്നുള്ളതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. മാനേജ്മെന്റിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് അല്ലെ സിഗ്നിഫിക്കൻസ് നമുക്കിനി ചർച്ച ചെയ്യാം. മാനേജ്മെന്റ് എന്തുകൊണ്ട് പ്രാധാന്യം അറിയിക്കുന്നു? മാനേജ്മെന്റ് ഫസ്റ്റ്ലി ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ്. ഗ്രൂപ്പിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ മാനേജ്മെന്റ് വളരെ പ്രസക്തമാണ്. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഗ്രൂപ്പ് ഗോൾസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ വ്യക്തി താല്പര്യങ്ങളെ സമരസപ്പെടുത്തി സ്ഥാപനത്തിലെ പൊതു ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സഹായിക്കുന്നത് മാനേജ്മെന്റ് ആണ്.
രണ്ടാമതായി മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. സ്ഥാപനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ ഗണ്യമായ പങ്ക് മാനേജ്മെന്റിനുണ്ട്. മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ഗോൾസ് വിത്ത് മിനിമം റിസോഴ്സസ്. The resources are limited. By utilizing that minimum resources, the management helps in achieving the broader objectives of the organization. And thirdly, management creates a dynamic organization. Appropriate changes must be introduced in the organization as and when it is needed. Management helps the people or employees to adapt such changes through proper training and motivation. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഡൈനാമിസം കൊണ്ടുവരുന്നത് മാനേജ്മെന്റ് ആണ്. മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ ജീവനക്കാർക്ക് വേണ്ട പരിശീലനവും അവർക്ക് വേണ്ട പ്രചോദനവും നൽകിക്കൊണ്ട് മാറ്റങ്ങളെ പോസിറ്റീവായി കണ്ടുകൊണ്ട് മാറ്റങ്ങളെ സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഏറെ സഹായകരമാണ്. So management creates a dynamic organization. And fourthly, management helps in achieving personal objectives. വ്യക്തിഗത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മാനേജ്മെന്റ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. Along with the organization objectives, individual members in the team should be able to achieve their personal goals. വ്യക്തി താല്പര്യങ്ങളെ അവഗണിക്കുന്നില്ല. മാനേജ്മെന്റ് വ്യക്തി താല്പര്യങ്ങളെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ടീം ആയിട്ട് സ്ഥാപനത്തിന്റെ വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. അഞ്ചാമതായി, മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സാമൂഹിക വളർച്ചയ്ക്ക്, സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് മാനേജ്മെന്റ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മാനേജ്മെന്റ് ഡെവലപ്സ് നോട്ട് ഓൺലി ദ ഓർഗനൈസേഷൻ ബട്ട് ഓൾസോ ദ സൊസൈറ്റി. ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് ക്വാളിറ്റി പ്രോഡക്ട്സ് ന്യായമായ വിലയ്ക്ക് വിതരണം ചെയ്തുകൊണ്ട് ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മാനേജ്മെന്റ് സമൂഹത്തെയും സേവിക്കുന്നുണ്ട്. സോ മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. എന്തുകൊണ്ട് മാനേജ്മെന്റ് പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ള ഈ 5 പോയിന്റുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഹെൽപ്സ് ടു അച്ചീവ് ഗ്രൂപ്പ് ഗോൾസ്, increases efficiency, creates a dynamic organization, helps in achieving personal objectives, helps in development of society. These are all the points regarding the significance of management. Then next area is about the nature of management. മാനേജ്മെന്റിന്റെ സ്വഭാവ സവിശേഷതകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളുള്ളതാണ് മാനേജ്മെന്റിന്. മാനേജ്മെന്റിനെ ഒരു ആർട്ടായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു സയൻസ് ആയിട്ട് കണക്കാക്കാം, അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷനായിട്ട് കണക്കിലെടുക്കാവുന്നതാണ്. സോ ഫസ്റ്റ്ലി അബൌട്ട് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെന്റിനെ ഒരു കല എന്നുള്ള രീതിയിൽ വീക്ഷിക്കുന്നു. ഒരു കലയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്നാമതായി, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. അതിനൊരു തിയററ്റിക്കലായുള്ള ബേസിസ് ഉണ്ടാവണം. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാവണം. There should be some basic principles guiding that art form. And secondly, personalized application. വ്യക്തിനിഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ആർട്ട് എന്ന് പറയുന്നത്. വ്യക്തികൾക്കനുസരിച്ച് ആർട്ടിന്റെ പ്രയോഗത്തിൽ മാറ്റം വരും. മൂന്നാമതായി, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ആർട്ടിന്റെ പരിപോഷണത്തിന് നിരന്തരമായിട്ടുള്ള പരിശീലനവും അതോടൊപ്പം തന്നെ സർഗാത്മകതയും ആവശ്യമുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. പ്രാക്ടീസിലൂടെ ആർട്ട് മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ മാനേജ്മെന്റിന് ആർട്ടിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ബിക്കോസ് എ മാനേജർ യൂസസ് ഹിസ് സ്കിൽസ് ആൻഡ് നോളജ് ഇൻ ഹിസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഫോർ അച്ചീവിംഗ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻസ്.
അപ്പോൾ ഓരോ മാനേജറും തൻ്റെ വ്യക്തിപരമായ കഴിവും അറിവും സ്ഥാപനത്തിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു മാനേജറുടെ വിജയം എന്ന് പറയുന്നത് അയാളുടെ കഴിവിലും അറിവിലും ഒക്കെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ അതൊരു പേഴ്സണൽ സ്കില്ലാണ്. സോ മാനേജ്മെന്റ് ക്യാൻ ബി റിഗാർഡഡ് ആസ് ആൻ ആർട്ട്. ആൻഡ് സെക്കൻഡ്ലി വി ആർ ഡിസ്കസിംഗ് അബൌട്ട് മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് ശാസ്ത്രമാണോ? ശാസ്ത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സയൻസ്? ഫസ്റ്റ്ലി, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. വ്യക്തമായ നിയമങ്ങൾ, പ്രിൻസിപ്പിൾസ്, തത്വങ്ങളുള്ളവയാണ് സയൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ്ലി, ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ തത്വങ്ങളായിരിക്കും അവ. ആൻഡ് തേർഡ്ലി, ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ വാലിഡിറ്റി. ലോകത്തെ എവിടെയും ശാസ്ത്രീയ തത്വങ്ങൾ ഒരേപോലെ പ്രായോഗികമാണെന്നുള്ളതാണ് മൂന്നാമതായി. എന്നാൽ ഒരു പരിപൂർണ സയൻസ് ആയിട്ട് മാനേജ്മെന്റിനെ വീക്ഷിക്കാമോ? മാനേജ്മെന്റ് തത്വങ്ങൾ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുകയാണെങ്കിലും അവയ്ക്ക് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഓരോ സ്ഥാപനത്തിൻ്റെയും അവിടുത്തെ ജീവനക്കാരുടെയും പ്രത്യേകതകൾ പരിഗണിച്ചിട്ട് വേണം മാനേജ്മെന്റ് തത്വങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ നടപ്പിലാക്കി പ്രയോഗിക്കാൻ. Although management has a systematized body of knowledge, they cannot be compared with the principles of physical science, which are definite and exact. ശാസ്ത്രീയ തത്വങ്ങൾ പോലെ അതേപടി നടപ്പിലാക്കാൻ പറ്റുന്നവയല്ല മാനേജ്മെന്റ്. മാനേജ്മെന്റ് തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റുവലാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പ്രയോഗിക്കേണ്ടവയാണ്. അതുകൊണ്ടാണ് മാനേജ്മെന്റിനെ ഒരു ഇൻഎക്സാക്ട് സയൻസ് അല്ലെ സോഫ്റ്റ് സയൻസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ സയൻസ് ആണ്, അല്ലെ ഒരു ബിഹേവിയറൽ സയൻസ് ആണ് മാനേജ്മെന്റ്. Then thirdly, about management as a profession. ഒരു പ്രൊഫഷന്റെ പ്രത്യേകത എന്താണ്? ഒരു വിദഗ്ധ തൊഴിലിനുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഏത് പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള തിയററ്റിക്കൽ ബേസിസ് ഉണ്ടാവണം. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ് അതിനുണ്ടാവണം. രണ്ടാമതായി, റെസ്ട്രിക്റ്റഡ് എൻട്രി. നിശ്ചിത യോഗ്യതയുള്ളവർക്ക് മാത്രമേ ആ പ്രൊഫഷനിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായി, പ്രൊഫഷണൽ അസോസിയേഷൻ. ഏത് പ്രൊഫഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്നവർക്കും അവരുടേതായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാവും, അംഗീകരിക്കപ്പെട്ട ഒരു സംഘടന നിലവിലുണ്ടാവും. നാലാമതായി, എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പെരുമാറ്റ ചട്ടം ഉണ്ടാവും, എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിലുണ്ടാവും. അവസാനമായി, സർവീസ് മോട്ടീവാണ് ഒരു പ്രൊഫഷന്റെ പ്രത്യേകത. ഈ 5 പ്രത്യേകതകൾ സാധാരണ ഇതിലൊരു പ്രൊഫഷൻ ഉണ്ടാവും. അപ്പോൾ മാനേജ്മെന്റിന് ഈ പ്രത്യേകതകളിൽ ചിലവ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അവർ സർവീസ് മോട്ടീവാണ്. എന്നാൽ ഒരു പരിപൂർണ്ണ വികാസം പ്രാപിച്ച പ്രൊഫഷനായിട്ട് മാനേജ്മെന്റിനെ കാണാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരു മാനേജറാവാൻ നിശ്ചിത യോഗ്യത വേണമെന്നൊന്നും നിർബന്ധമില്ല. എന്നാൽ സമീപകാലത്തായിട്ട് MBA പോലെയുള്ള യോഗ്യതയുള്ളവരെ മാനേജറായിട്ട് പരിഗണിക്കുന്ന രീതികൾ കാണുന്നുണ്ട്. അതുപോലെ പ്രൊഫഷണൽ അസോസിയേഷൻ, മാനേജേഴ്സിന് പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. ഇന്ത്യൻ മാനേജേഴ്സ് അസോസിയേഷൻ പോലെയുള്ള സംഘടനകളുണ്ടെങ്കിലും മാനേജറായിട്ട് പ്രവർത്തിക്കാൻ അതിലുള്ള മെമ്പർഷിപ്പ് നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ മാനേജേഴ്സിനുള്ള എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന് ലീഗൽ ബാക്കിംഗ്, നിയമപ്രാബല്യമില്ല. അപ്പോൾ നിർബന്ധമായിട്ടും ആ പ്രൊഫഷനുള്ളവർ അനുസരിക്കണമെന്ന് ഇല്ല. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് പൂർണ്ണ വികാസം പ്രാപിച്ച ഒരു പ്രൊഫഷനായിട്ട് മാനേജ്മെന്റിനെ കാണാൻ സാധിക്കില്ല. സോ മാനേജ്മെന്റ് ഈസ് നോട്ട് എ full-fledged profession.
മാനേജ്മെന്റ് ഫുള്ളി ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഫഷനായിട്ട് അപ്പോൾ കാണാൻ സാധിക്കില്ല. കാരണം അതിന് നിശ്ചിത യോഗ്യത വേണമെന്ന് നിർബന്ധമില്ല, പ്രൊഫഷണൽ അസോസിയേഷൻ മെമ്പർഷിപ്പ് നിർബന്ധമില്ല, അവരുടെ എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് ആ പെരുമാറ്റച്ചട്ടത്തിന് നിയമപ്രാബല്യമില്ല. ഈ കാരണങ്ങളാലാണ് മാനേജ്മെന്റിനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷനായിട്ട് വീക്ഷിക്കാൻ കഴിയാത്തത്. Thank you all.